എല്ലാവർക്കും സിന്ധുസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഇഫ്താറിനും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് ആയിട്ടാണ്. ഇതാണ് ചെമ്മീൻ പൊള്ള. അപ്പോൾ വളരെ എളുപ്പത്തിലും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് വൈകുന്നേരങ്ങളിൽ ഈവനിങ് സ്നാക്കായിട്ടോ അതല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മൾ പ്രോൺസ് വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിച്ച പ്രോൺസ് എന്ന് പറയുന്നത് അത് ഇത്രയും വലിപ്പമുള്ള നല്ല വലിയ പ്രോൺസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഇത്രയും വലിയൊരു പ്രോൺസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത ശേഷമാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ പ്രോൺസൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കാവുന്നതാണ്. അതിന് ചെമ്മീൻ പോലെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 20 വലിയ പ്രോൺസാണ് എടുത്തിരിക്കുന്നത്. എല്ലാം ക്ലീൻ ആക്കി തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ വലിയ പ്രോൺസ് ആയതുകൊണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ചെറുതാണെങ്കിൽ അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചെമ്മീൻ നേരാക്കുമ്പോൾ ഇതുപോലെ നടുവിലൂടെ ഒന്ന് വരഞ്ഞെടുത്ത ശേഷം അതിലത്തെ നാരൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം റെഡിയാക്കാൻ. ഇനി നമുക്കിത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓരോന്നിനെ 3 ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ എല്ലാ പ്രോൺസും ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇനി പ്രോൺസ് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് മസാലയൊക്കെ പുരട്ടി വയ്ക്കാനുണ്ട്. അപ്പോൾ ആദ്യം ചേർക്കുന്നത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്. പിന്നെ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഈ മസാലയായിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു അരമണിക്കൂർ നേരം നമുക്കതൊന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോഴേക്കും മസാലയൊക്കെ നന്നായി ഈ ഒരു പ്രോൺസിൽ പറ്റി പിടിക്കുന്നതാണ്. പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ പ്രോൺസിൻ്റെ നനവ് കൊണ്ട് തന്നെ ഈ മസാലയൊക്കെ നന്നായി പിടിക്കുന്നതാണ്. നമുക്കൊരു അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇനി നമുക്ക് പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കേണ്ടത്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അതിനത് എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കാം. പ്രോൺസിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നതാണ്. എല്ലാം നിരത്തിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പ്രോൺസൊക്കെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നതാണ്. ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടാം. അങ്ങനെ ഇരുവശം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനത്തെ പ്രോൺസ് എല്ലാം തിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വശം കൂടി ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റാം. അങ്ങനത്തെ പ്രോൺസൊക്കെ നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ നമുക്കിനി പ്രോൺസ് എല്ലാം എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസ് വലുപ്പമുള്ള 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. പ്രോൺസ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന അതേ പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട്. അതിനകത്ത് വെളിച്ചെണ്ണയൊക്കെ ഒരുവിധം മെൽറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർക്കാം. സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. കൂടുതൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ചെമ്മീനിലൊക്കെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇതിലേക്ക് ചേർത്താൽ മതി. സവാള ഒന്ന് വഴണ്ട ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇത് ഞാനൊരു 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ. പിന്നെ ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തും കൂടി ചേർക്കുന്നുണ്ട്. സവാളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകൊക്കെ നന്നായി വഴറ്റി യോജിപ്പിക്കാം. സവാളയിലേക്കും ആവശ്യത്തിന് പൊടികൾ ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂണിന് പകുതി മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി വഴറ്റി യോജിപ്പിക്കാം. മസാലയും സവാളയും ഇട്ടൊക്കെ നന്നായി മൊരിഞ്ഞ് കിട്ടണം. അങ്ങനെ സവാളയും പൊടികളുമായിട്ട് നന്നായി മിക്സായി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഗരം മസാലയൊക്കെ പ്രോൺസിലും കൂടി ചേർന്ന് നല്ലൊരു ഫ്ലേവറാണ് പ്രോൺസിന് കിട്ടുന്നത്.
ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി യോജിപ്പിച്ചാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടി ചേർക്കാം. അങ്ങനെ മല്ലിയിലയും ചേർത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇറാനി പോളയുടെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. മൈദയിലേക്ക് 1 കപ്പ് ഫുൾ ക്രീം മിൽക്കാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം. അതിനകത്ത് നമ്മൾ 2 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 വെളുത്തുള്ളി അല്ലിയാണ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായൊന്ന് അടിച്ചെടുക്കാം. ആദ്യം നമുക്ക് സ്പൂൺ വെച്ചൊന്ന് കലക്കിയെടുത്ത ശേഷം വേണം മിക്സിയിലൊന്ന് അടിച്ചെടുക്കാൻ. എന്താ നന്നായൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഞാനത് മിക്സിയിലൊക്കെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മുടെ മാവ് റെഡിയായി കിട്ടിയിരിക്കുന്നത്. കൂടുതൽ തിക്നെസ്സും ഇല്ല, അതുപോലെ തന്നെ ഒത്തിരി ലൂസായിട്ടും അല്ല വന്നേക്കുന്നത്. ഇനി നമുക്ക് ചെമ്മീൻ പോള എങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ളത് നോക്കാം. ഇറാനി പോള തയ്യാറാക്കാൻ വേണ്ടി സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. അതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഒരു ബ്രഷ് വെച്ച് സൈഡിലും എല്ലാം നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്ക് മിക്സിയിൽ അടിച്ച ഈ ബാറ്ററിൻ്റെ പകുതിയാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇതുപോലൊരു പഴയൊരു പാന് വെച്ച ശേഷം വെച്ചാൽ മതി. ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പ്രോൺസ് മസാല ചേർക്കാം. സ്ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം വേണം നമുക്ക് മസാല ചേർക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമുക്ക് ഈ മസാല എല്ലാം ഇതിലേക്ക് ചേർക്കാം. ഞാനിതാ പാനിൽ ഞാൻ ചെമ്മീൻ മസാലയൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3rd ലെയറായിട്ട് മാവാണ് ചേർക്കേണ്ടത്. ആദ്യം സൈഡിലൂടെ ഒഴിക്കാം. അതിനുശേഷം ഫുള്ള് കവറാവുന്ന രീതിയിലാണ് ഒഴിക്കേണ്ടത്. തക്കാളിനെ 5 വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇറാനി പോള ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ടൊമാറ്റോൻ്റെ സീഡൊക്കെ റിമൂവ് ചെയ്തിട്ടാണുള്ളതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ തക്കാളിയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഇറാനി പോള കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അങ്ങനെ ടൊമാറ്റോ വെച്ചതിന് ശേഷം നമുക്ക് പ്രോൺസും കൂടി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇനി നമുക്കിത് വേവുന്നതിന് വേണ്ടിയിട്ടൊന്ന് അടച്ചു വയ്ക്കാം. 30 തൊട്ടിട്ട് 45 മിനിറ്റ് വരെയാണ് അടച്ചു വയ്ക്കേണ്ടത്. ഓരോരുത്തരുടെയും കുക്കിംഗ് ടൈം വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ടിഷ്യൂ പേപ്പറോ അതല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ വെച്ചൊന്ന് കവർ ചെയ്തിട്ട് വേണം അടച്ചു വയ്ക്കാൻ. ഒരു 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് എടുത്ത് നോക്കാം. ഏറ്റവും മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിനതൊരു 35 മിനിറ്റ് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ഒരു അരമണിക്കൂർ നേരം തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ വശം കൂടി ഒന്ന് മൊരിയിച്ചെടുക്കാം. നന്നായി തണുത്തതിന് ശേഷം വേണം ഇതുപോലെ ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സൈഡൊക്കെ ഒന്ന് വിടിവിച്ചെടുക്കാം. ഞാനത് ഈ പാനിൽ നമ്മൾ അല്പം നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഞാനത് അൺമോൾഡ് ചെയ്തിട്ടുണ്ട്. ഒരു 3 തൊട്ട് 4 മിനിറ്റ് വരെ നമുക്കതൊന്ന് മൊരിയിച്ചെടുക്കാം. ബാക്ക് വശമൊക്കെ നന്നായി പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കരിഞ്ഞിട്ടൊന്നുമില്ല. സൈഡൊക്കെ നന്നായി വന്നിട്ടുണ്ട്. അടിവശം നന്നായി മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്താ നമ്മുടെ ചെമ്മീൻ പോളയൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. നന്നായി തണുത്ത ശേഷം വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. അതിനകത്ത് നമ്മുടെ ഇറാനി പോളയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ സോഫ്റ്റാണ്. അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഈ ഒരു ഇറാനി പോള. ഇതിൽ ഞാൻ ചെമ്മീൻ വെച്ചാണ് ഈ ഒരു ഇറാനി പോള തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ചെമ്മീന് പകരമായിട്ട് ചിക്കൻ വെച്ചോ ബീഫ് വെച്ചിട്ടോ ഒക്കെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.